എന്നും വിഷമമായിരുന്നു. വീഡിയോസിൽ അധികം വിഷമമൊന്നും കാണിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലെന്നും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത് പോലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നല്ല കുട്ടിയായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ കണ്ടിന്യൂസ്ലി വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല കമൻസ് വരുന്നുണ്ട്, കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ആക്ച്വലി കുറച്ച് നാളായിട്ട് എനിക്ക് കുറേ നെഗറ്റീവ്സ് തന്നെയായിരുന്നു കേട്ടോ വരുന്നത്. കാരണം വല്ലപ്പോഴും വന്നൊരു വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തീരെ ഉത്തരവാദിത്തം ഇല്ല, ഞാൻ ഭയങ്കര മടിച്ചാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നെ വഴക്ക് പറയായിരുന്നു. ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ചിലർ പറയും വല്ലപ്പോഴും വീഡിയോ ഇട്ടാൽ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല, ദിവസം ഇട്ടാൽ മാത്രമേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട്. ഞാൻ ഇനി എന്തായാലും ഇൻഷാല്ല യൂട്യൂബ് കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് തന്നെ കാണാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വീക്ക്ലി ഒരു 1 വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ കൂടുതലുണ്ടാവും, അറ്റ്ലീസ്റ്റ് 1 വീഡിയോ എങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വേറെ എന്താണ് വിശേഷം? എന്താണ് എല്ലാവരുടെയും? ദൈവക്കുട്ടി ഇവിടെ സ്കൂളിൽ പോയിട്ട് വന്നിരുന്ന ഉറക്കാണ് കേട്ടോ. ആണെങ്കിൽ ഓഫീസിൽ പോയേക്കാണ്. ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് തരാൻ നടന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാം. വെറുതെ ഇങ്ങനെ ഇന്നാണ് പ്രത്യേകിച്ച് വല്ല പണിയൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അഫി കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് അത് തന്നെയാണ്. അതുകൊണ്ട് ഇനി വേറെ ഉണ്ടാക്കലും പിടിക്കലും ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലോട്ട് വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാത്രി ഇന്നലെ ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. ഇന്നലെ ആണെങ്കിൽ അഫി 12 മണിക്കാട്ടോ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി വന്നപ്പോൾ എനിക്കൊന്ന് 2 മണിയായി. 2 മണിക്ക് ഉറങ്ങിയിട്ട് 5 മണിക്ക് ഞാൻ എണീറ്റിട്ട് എനിക്ക് ആകെ ഇങ്ങനെ കിളി പോയ പോലെ അടക്കായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടും ഞാൻ ഉറങ്ങി പോവായിരുന്നു. ഞാനൊരു 8:45 ഒരു 10 മിനിറ്റ് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഉറങ്ങിയിട്ട് 10 മിനിറ്റ് അങ്ങനെ 10:45 വരെ കിടന്ന് ഉറങ്ങി. എന്നാൽ ഞാൻ ഈ അലാം വെച്ചിട്ടാട്ടോ 10 മിനിറ്റ് കൂടുമ്പോൾ അലാം അടിക്കും. എന്ത് വട്ടാണാവോ അങ്ങനെ. ശരിക്കും അത് 2 മണിക്കൂർ കണ്ടിന്യൂസ്ലി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കമെങ്കിലും മര്യാദയ്ക്ക് കിട്ടിയാണ്. പക്ഷെ അത് ചെയ്യാണ്ട് ഈ 10 മിനിറ്റ് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനത്തെ സ്വഭാവം? എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു സ്വഭാവം ഉണ്ട്. അത് മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് സമയത്ത് വെക്കാണ്ട് വെറുതെ 10 മിനിറ്റ് വെച്ചിട്ട് എണീക്കില്ല എന്നറിയാം. എന്നാലും അങ്ങനെ വെച്ചിട്ട് എൻ്റെ ദിവസം മൊത്തം പോയിട്ടോ. അങ്ങനെ ഒരു ആകെ ഉറക്കക്ഷീണത്തിലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഉറക്കം വന്നു, പക്ഷെ ഉറങ്ങുന്നില്ല. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ദിവസം ഫുള്ള് ഉറങ്ങി തീർത്ത പോലെ ആവേ. ഇവ നല്ല ഉറക്കമാണ് കേട്ടോ. അവളിങ്ങനെ ഒരു 2-3 മണിക്കൂർ കിടന്ന് ഉറങ്ങും. കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവ രാവിലെ എണീറ്റ് പോകുന്ന കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇവയെ കുറച്ച് നേരത്തെ ഉറക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. ആക്ച്വലി ഞാൻ അവളെ നേരത്തെ ഉറക്കാനിട്ടല്ല കേട്ടോ. ഞാൻ അവളെ 9 മണിയൊക്കെ ആകുമ്പോഴൊക്കെ പിടിച്ച് കിടത്താറുണ്ട്. പക്ഷെ അവൾ ഉറങ്ങൂല. അവളിപ്പോൾ ഉച്ചയ്ക്ക് ഉറക്കിയില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും. അതാണ് പ്രശ്നം. ഉച്ചയ്ക്ക് ഇപ്പോൾ ഉറക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവളൊരു എന്താ പറയുക, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് പോലും കഴിക്കാണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. എന്നിട്ട് ഒരു 12 മണിയാകുമ്പോൾ ചാടി എണീക്കും. പിന്നെ ഉറങ്ങൂല്ല. അങ്ങനെ ആകെ മൊത്തം കൊളാകും. അപ്പോൾ അതുകൊണ്ടാട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും കിടത്തും. പക്ഷെ അവൾ ഉറങ്ങി വരുമ്പം നേരം ആവണുണ്ട്. പിന്നെ ഉറങ്ങിയാൽ തന്നെ ആണെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാൽ ആൾ ചാടി എണീക്കോട്ടോ. അതാണ് പ്രശ്നം. നമുക്ക് ഈ ഒരു റൂമല്ലേ ഉള്ളൂ. ഒരു 1 BHK ഒക്കെ ആണെങ്കിൽ അവളൊരു സെപ്പറേറ്റ് റൂമിൽ കിടത്തിയാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഒന്നിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് വർത്താനം പറയാനേ പറ്റില്ല. ഞങ്ങളിങ്ങനെ പതിയെ ആട്ടോ പറയണേ. എന്നാൽ തന്നെ ആണെങ്കിലും എന്തെങ്കിലും ഒരു സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവൾ ചാടി എണീക്കും. പിന്നെ ഫുള്ള് നേരം വെളുത്ത പോലെ ഇങ്ങനെ നടക്കും. എൻ്റെ ചെടികളൊക്കെ കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെടിയൊക്കെ ഒന്ന് വളർന്ന് കാണുന്നത്. ഇതിലൊക്കെ പുതിയ ഇല വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയ ഇലയാണ്. ഇത് നോക്കിയത് ഇപ്പോൾ വന്ന ഇലയാണ്. ഇതിലൊക്കെ ഇങ്ങനെ കുഞ്ഞു ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ഒരു സൈഡിൽ കുറച്ച് മഞ്ഞ കളർ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടായിരിക്കും. ഞാൻ വന്ന് കഴിഞ്ഞ് 2-3-4 ദിവസം ഭയങ്കര കുളിപ്പിക്കലായിരുന്നു കേട്ടോ ചെടിയെ. അതായത് വെള്ളം ഒഴിച്ച് കൊടുക്കലല്ല, ഞാൻ വെറുതെ സ്പ്രേ ചെയ്ത് ഇലയൊക്കെ ഒന്നിങ്ങനെ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ സ്പ്രേ ചെയ്യലായിരുന്നു. എനിക്കൊന്ന് അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടിയിട്ടായിരിക്കും 2-3 ഇലകൾ ഇങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് നിൽപ്പുണ്ട്. പാടിപ്പോവാണ്ടിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലേ ഇപ്പം ഭയങ്കര ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ പുതിയ ഇലയൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാട്ടോ. വീട്ടിലിങ്ങനെ ഉമ്മച്ചി കുറേ ചെടികളൊക്കെ വളർത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മച്ചിയെ കളിയാക്കായിരുന്നു. ഉമ്മച്ചി ഇങ്ങനെ ചെടിയുടെ ഇല വന്നതും പൂ വന്നതൊക്കെ നോക്കുമ്പം എനിക്കത് വലിയ കാര്യമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇങ്ങനെ സ്വന്തമായിട്ട് വളർത്തി ഒരു ഇലയൊക്കെ വരുന്ന കാണുമ്പോൾ അയ്യോ ഭയങ്കര സന്തോഷമാട്ടോ. ബാൽക്കണിയിലും കുറച്ച് ചെടിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ദുബായ് നഴ്സറിയിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ചെടികളിൽ നമുക്ക് 50 ഫിൽസിനൊക്കെ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ അധികം ആരും കണ്ടിട്ടില്ലേ. നിങ്ങൾക്ക് മീൻസ് എന്താ ചെടികളൊക്കെ വാങ്ങണമെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ.
ഇതായി പിറകെ കാണുന്ന കേട്ടോ എൻ്റെ ഗാർഡൻ. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ, പക്ഷെ ആകെ 5-6 ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെന്തോ പടർന്ന് കയറുന്ന ടൈപ്പ് ഒരു ചെടിയാട്ടോ. അതാ പിന്നെ ഇവിടെ പെറ്റൂണിയ ഉണ്ട്, ഈ ഒരു ചെടിയുണ്ട്. ഇതിന് തന്നെ റെഡ് ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അതാണെങ്കിലേ ഈ കുഞ്ഞു ചട്ടിയിൽ ഇരുന്നിട്ടാന്ന് തോന്നുന്നേ, അത് കരിഞ്ഞു പോവാണ്. പിന്നെ അതാ കുറച്ചൊക്കെ ഞാൻ വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു തന്നെ കേട്ടോ. പിന്നെ ആഫിയുടെ എന്തോ കാട്ടുമുല്ലയോ എന്തൊക്കെ ആഫി വാങ്ങി വെച്ചിട്ടുണ്ട്, പേരറിയാത്തൊരു ചെടി, ബോഗമില്ല. പിന്നെ അതാ എൻ്റെ പച്ചക്കറികൾ എന്നെ തക്കാളി ആൻഡ് വഴുതനങ്ങ ആട്ടാ നിൽക്കണേ. ഇത് മാത്രം കുറച്ചൊക്കെ വലുതായി വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാട്ടാ. ഓരോ ദിവസം 1-2 ഇലകളൊക്കെ വരുന്നുണ്ട് ഈ തക്കാളിയിൽ. ഒന്ന് വേഗം ഒന്ന് തക്കാളി ഉണ്ടായിട്ട് വേണം എനിക്ക് പറിച്ച് കറി വെക്കാൻ. നമ്മൾ സ്വന്തമായിട്ട് നട്ട് നനച്ച് വളർത്തിയ തക്കാളിയൊക്കെ പറിച്ച് കറി വെക്കാനൊക്കെ ഒരു ഭയങ്കര രസമായിരിക്കുമല്ലേ. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. എന്നാലും പറിക്കുകയാണെങ്കിൽ മീൻസ് തക്കാളിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതെങ്ങനെയാണ് വെള്ളം നനയ്ക്കേണ്ടതെന്നൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. വെള്ളം കൂടി പോവോ കുറഞ്ഞു പോവോ, എനിക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ കൊണ്ട് വെള്ളം ഒഴിക്കും, അപ്പോൾ എനിക്ക് തോന്നും ചെടി വാടിപ്പോണോ, വെള്ളം കൂടുതലാണോ എന്നൊക്കെ തോന്നൂട്ടെ. എന്നാൽ വെള്ളം ഇച്ചിരി ഒഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതപ്പോൾ കരിഞ്ഞും പോണു. അതാണ് പ്രശ്നം. എണീക്കണില്ല വാ, നല്ല ഉറക്കാട്ടാ. ഇവ ഇപ്പം എണീക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. തൽക്കാലം അവൾ ഉറങ്ങട്ടെ. ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഇന്ന് ഞാൻ വീട്ടിൽ വിളിച്ചിട്ടില്ല. എന്താണ് അവിടുത്തെ വിശേഷം എന്നൊക്കെ ഒന്ന് അറിയട്ടെ. സച്ചു നോക്കുന്നില്ല. സച്ചു എന്താ നോക്കാത്ത? സച്ചു ഫോൺ എടുത്ത പാടെ ഓടി കേട്ടോ. സച്ചു ആണെങ്കിൽ ആകെ ഞാൻ പറഞ്ഞിട്ടൊന്നും വിളിച്ചതല്ലായിരുന്നു. അപ്പോൾ ആകെ അലമ്പ് കോലത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അവള് ക്യാമറ ഓഫാക്കി വെച്ചിട്ട് അങ്ങനെ ഓടിപ്പോയിട്ടാ. പിന്നെ ഞാൻ വീഡിയോ ഓഫാക്കി കഴിഞ്ഞിട്ടാണ് അവള് വന്ന് വർത്താനമൊക്കെ പറഞ്ഞത്. സച്ചു പിന്നെ ഓടി ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് അത്ര വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ രാത്രിത്തെ ഫുഡ് ഓൾറെഡി ഇരിപ്പുണ്ട്. ശരിക്കും കിച്ചണിൽ കയറാമെന്ന് പറയണതാണ് ഏറ്റവും വലിയൊരു പണി കേട്ടോ. എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ കയറിയാലും രാത്രിത്തേക്ക് ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 2-3 മണിക്കൂർ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ആ നേരം ലാഭമാണ്. പിന്നെ ഇപ്പം എണീക്കുമ്പോൾ ഇവാക്ക് എന്തെങ്കിലും പഴംപൊരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി സംസാരിച്ചിരിക്കാവേ. എനിക്കിങ്ങനെ കുറേ കമൻസും മെസ്സേജസൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ പറയുക, എനിക്ക് ഇവിടുത്തെ ലൈഫ് മടുത്തോ, നാടാണോ ഇവിടെയാണോ കൂടുതൽ ഇഷ്ടം, പിന്നെന്താ രണ്ട് ലൈഫും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെയാണോ നാടാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും നാട് തന്നെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം എനിക്കെന്നും എൻ്റെ വീട്, എൻ്റെ എന്താ പറയുക, അതൊക്കെ എനിക്കെന്നും ഭയങ്കര പ്രിയപ്പെട്ട തന്നെ കേട്ടോ. എനിക്കിപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ UAE ഏത് സ്ഥലത്ത് പോയാലും എൻ്റെ നാട് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തോ ഉള്ളൂ. പക്ഷേ UAE മടുത്തോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്നെ ഒരു കുറച്ചധികം നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും 2-3 വർഷമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും ഞാൻ ഇതിന് മുന്നേ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സ്ട്രഗിളൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ ഏറ്റവും കൂടുതൽ വരാറുള്ള കമൻസ് ആയിരുന്നു, എപ്പോഴാണ് പോകുന്നത്, പോകുന്നില്ലേ, എന്തായി, കുറേ നാളായല്ലോ പോകുന്നു എന്ന് പറയണേ, ഇതുവരെ പോയിട്ടില്ലേ, അങ്ങനെ കുറേ കമൻസ് വരാറുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഇങ്ങടേക്ക് വരാൻ വേണ്ടിയിട്ട് കുറേ കാലമായി. അതായത് 2019 ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉള്ള ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് വന്നതായിരുന്നു. വിസിറ്റിംഗ് ആണ് വന്നത്. പക്ഷേ എൻ്റെ പേർപ്പസ് വിസിറ്റിംഗ് ആയിരുന്നില്ല. എനിക്ക് ഇവിടെ നിൽക്കണം, ജോലി നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്. പക്ഷെ അന്ന് ഇവാക്കൊന്ന് വയ്യാണ്ടായിട്ട് ഞങ്ങൾക്കൊന്ന് നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നാട്ടിൽ പോയതായിരുന്നു. പക്ഷേ വരാൻ പറ്റിയില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. അങ്ങനെ നമ്മളുടെ ലോകം മൊത്തം ആകെ എന്താ പറയുക മാറി മറിഞ്ഞു വേറൊരു ലോകമായിരുന്നു. അപ്പോൾ അഫയുടെ ജോലിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിരുന്നല്ലോ, എല്ലാവർക്കും പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു 2 മാസത്തെ വരവ് നീണ്ട് 2 വർഷമായിട്ടോ. അപ്പോൾ ആ 2 വർഷത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച മെൻ്റൽ സ്ട്രെസ്സ്, പ്രശ്നങ്ങൾ ഒക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. ആ ഒരു ടൈമിൽ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാനിങ്ങനെ മെലിഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എനിക്കിങ്ങനെ എന്നും വിഷമമായിരുന്നു. വീഡിയോസിൽ അധികം വിഷമമൊന്നും കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെന്നും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ ലൈഫ് എങ്ങടേക്കാണ് ഈ പോകുന്നത്, എന്താണ് ഒന്നും മനസ്സിലാവാത്തൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നത് പോലും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്.
മെയിനായിട്ട് നമ്മളിങ്ങനെ അവിടെ ഇവിടെ നിൽക്കുമ്പം ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവും. നമുക്കതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്ന അഫിക്കും അഫി പറയണ എനിക്കും മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഇപ്പോൾ ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം വിളിക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ പേരിൽ തല്ലുകൂടും, ആ തല്ലുകൂടിയതിൻ്റെ പേരിൽ അടുത്ത ദിവസം പിന്നെയും തല്ലുകൂടും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വലുതാക്കി അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒരു സമാധാനം ഇല്ലാത്തൊരു ലൈഫായിരുന്നു കേട്ടോ. പക്ഷേ ഫുള്ളി അങ്ങനെ സങ്കടമുള്ള ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്കങ്ങനെ എന്താ പറയുക, ഞാൻ അധികം എൻ്റെ വീട്ടിലേക്കായിരുന്നു നിൽക്കാറുള്ളത്. ആ ഒരു ടൈമിൽ കുറേ കമൻസൊക്കെ വരാറുണ്ടായിരുന്നു, ഇത്താൻ്റെ എപ്പോഴും ഇത്താടെ വീട്ടിൽ നിൽക്കണേ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാറില്ലേന്ന്. എനിക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കണേ എൻ്റെ വീട്ടിൽ നിൽക്കാം, അഫിയുടെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അഫിയുടെ വീട്ടിൽ നിൽക്കാം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ നിൽക്കും, പിന്നെ അഫിയുടെ വീട്ടിൽ പോയി കുറച്ച് നാൾ നിൽക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടമായിരുന്നു. എന്നെ അതിലാരും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വരാറുണ്ടായില്ല. എൻ്റെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ലൈഫ്, നമ്മുടെ ഫ്രീഡമൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമുക്ക് ആർക്കും കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ നമ്മളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളപ്പോഴാണെങ്കിലും ഞാനിപ്പോൾ സച്ചുമായിട്ട് ഫുൾ ടൈം കറങ്ങി നടപ്പായിരുന്നു. നമുക്ക് വീഡിയോസ്, ഹോൾ വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ ആണെങ്കിലും വീഡിയോ ഷൂട്ടിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മിക്ക ദിവസവും കറങ്ങി നടക്കും. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോക്ക്, അങ്ങനെ ഫുൾ ടൈം നമ്മൾ ഒരു ചിൽ ലൈഫായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇവിടെ ഞാൻ ഉള്ളിലിരിക്കുക എന്ന് പറയാം. പക്ഷെ അന്നത്തെ ആ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഫുൾ ടൈം ഞാനിങ്ങനെ പറഞ്ഞ് നടക്കുന്ന ലൈഫായിരുന്നു. അഫയുടെ വീട്ടിൽ പോയാൽ തന്നെ അവിടെ റിച്ചു ഉണ്ടല്ലോ, അപ്പോൾ റിച്ചുവിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ മാളിൽ കറക്കും. ഞങ്ങൾ മിക്ക ദിവസം വൈമാളിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആ ഒരു ലൈഫൊക്കെ നല്ലത് തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു വിഷമം, അത് ഇന്ന് റെഡിയാവും നാളെ റെഡിയാവും എന്ന് പറഞ്ഞ് 2 വർഷമാണ് അങ്ങനെ കഴിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ 2 വയസ്സുള്ളപ്പോൾ അഫി ഇവായ കണ്ടതാണ്. പക്ഷെ ഇവായ അഫി പിന്നെ കാണുന്നത് 4 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോരോ കുട്ടികളിങ്ങനെ അവരുടെ ഉപ്പമാരൊക്കെ ആയിട്ട് നടക്കണതൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അതുപോലെ ഞാനിങ്ങനെ ഈ കപ്പിൾ വ്ളോഗ്സ് ഒന്നും ഞാൻ കാണൂലായിരുന്നു. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എനിക്കെന്തോ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതൊക്കെ ഇനി എപ്പോൾ റെഡിയാവാനാണ്, എങ്ങനെ റെഡിയാവും, ഒരു ഐഡിയ ഇല്ലാത്ത കുറേ സമയത്തൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരിക്കലും വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരിക്കലും അങ്ങനെ മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല. കാരണം അത്രത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അഫിയോട് ഒന്നിച്ച് ജീവിക്കാനായിട്ട്. ഞാൻ കല്യാണത്തിന് മുന്നേ അഫിയോട് ആകെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം അത് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഇവിടെയും ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നിച്ച് തന്നെ ജീവിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ അഫിയോട് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ അതെന്തായാലും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എന്നും ഒന്നിച്ച് തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അതിപ്പം എനിക്ക് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം, UAE തന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എനിക്കിപ്പം നാട്ടിലിപ്പോൾ അഫിക്ക് വന്ന് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇവിടെ എല്ലാം ഇട്ടെറിഞ്ഞ് അങ്ങനെ നാട്ടിൽ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ തൽക്കാലം ഈ ഒരു ലൈഫായിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഞാൻ ഹാപ്പിയാണ്. കാരണം ഇപ്പം നമുക്ക് കൂടെ ഉള്ളപ്പോൾ ഇപ്പോൾ ആകെ രാത്രി വരെയുള്ളെങ്കിൽ തന്നെ ആണെങ്കിലും ആ ഒരു നേരം നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെ കേട്ടോ. പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു വഴക്കും തല്ലും ബഹളമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ ഒരുപാട് നേരം നിൽക്കില്ല നാട്ടിലെ പോലെ. ഇപ്പം നാട്ടിലിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം ആവണം, അടുത്ത ദിവസം ഫോൺ വിളിക്കുമ്പോഴായിരിക്കും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടായാൽ ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പ്രശ്നം തീരും. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം, അതിനപ്പുറത്തോട്ട് നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പം നമ്മുടെ ലൈഫിലില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നാട്ടിലെന്ന് വെച്ചാൽ എനിക്കൊരു പണി എടുക്കണ്ടായിരുന്നു. 2 വീട്ടിലും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണി എടുക്കുന്ന ആളൊന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണം, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണം, ഇവായ രാവിലെ സ്കൂളിൽ വിടേണ്ട കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എനിക്കിങ്ങനെ പണ്ടൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും കേട്ടോ, അയ്യോ ഞാൻ രാവിലെ എണീറ്റ് ഇവായ സ്കൂളിലൊക്കെ വിടുമോ. മീൻസ് എനിക്കതൊക്കെ ഇങ്ങനെ ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ടാസ്ക് എന്ന് വെച്ചാൽ ജോലിക്ക് പോകണം. അപ്പോൾ ജോലിക്ക് പോകുമ്പം ഇവായ രാവിലെ റെഡിയാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി, അപ്പോൾ അതൊക്കെ പക്ഷെ കഴിയും കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ ഓരോരോ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് യൂസ്ഡ് ആയി പോകും. അപ്പോൾ എനിക്കിപ്പം ഈ ഒരു ലൈഫും എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ നാട് മിസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നാട്ടിലുള്ളപ്പം അഫിയെ മിസ് ചെയ്ത് അത്രയും
ഞാൻ നാട് മിസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഇപ്പം നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാം, വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭയങ്കര മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അഫിയ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് മാത്രം മിസ്സിങ് ഇല്ലാണ്ടാവുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് പാരൻസ് ആണെങ്കിലും സിബ്ലിങ്സ് ആണെങ്കിലും ഒന്നിച്ചുള്ള സന്തോഷമാണ്. പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് എന്നും സംസാരിക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും. വലിയ പ്രശ്നമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ദയവായി എണീപ്പിക്കട്ടെ കേട്ടോ. അവളത് പിന്നെയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എണീറ്റ് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ. ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ മെയിൻലി ബോഡിയിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ജെർജൻസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസിങ് തരും. പിന്നെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഈ ഒരു നിവ്യയുടെ മോയ്സ്ചറൈസറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ കൂടുതലും നൈറ്റിലാണ് യൂസ് ചെയ്യാറ്, കാരണം ഇത് കുറച്ച് ഓയിലിയാണ്. ഈ ഒരു ടൈമിൽ സ്കിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലിപ്സും. അപ്പോൾ ലിപ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നിവ്യയുടെ ലിപ് ബാം ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ റിപ്പബ്ലിക് ഡേ സെയിൽ അടക്കമാണ്. 19 to 22 ഈ ഒരു സെയിൽ അടക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ വാങ്ങുകയാണെങ്കിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ ഇവ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവ എണീറ്റിട്ട് എന്ത് ചെയ്യുക ഇവ പഴംപൊരി കഴിക്കാം കേട്ടോ. ഇവ ആണെങ്കിൽ നല്ല തണുപ്പായതുകൊണ്ട് ആ പുതച്ച് മൂടിയിട്ടാട്ടാ കിടക്കണേ. എണീറ്റിരുന്ന് കഴിച്ചേ ഇഷ്ടാടാ പഴംപൊരി? ഫ്രഞ്ച് ഫ്രൈസ് വേണ്ട, ഫ്രഞ്ച് ഫ്രൈസ് മതി കേട്ടാ. ഞാൻ പഴംപൊരി ഉണ്ടാക്കി കൊടുത്താ. എന്ന് ഈ ഫ്രഞ്ച് ഫ്രൈസ് തിന്ന് ചീത്തയാണ്, എന്നും തിന്നണ്ട. സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ പഠിച്ചിവ? എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങള്? ഇവന് വെറുതെയാ സ്കൂളിൽ വിടുന്നത്. ഇവ ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? ഇവ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം പറയില്ല കേട്ടാ. എന്തായി എങ്ങനെയാണ് ഒന്നും പറയത്തില്ല, വെറുതെ പോയിട്ട് വരും. എണീറ്റിരുന്ന് കഴിക്കേ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട്. ഇവ ചെന്നിട്ട് പഠിപ്പിക്കണം അല്ലേ? ഇവാണെങ്കിൽ പഠിക്കൂല. ഇവ എന്നിട്ട് പിടിച്ചിരുത്തി പഠിപ്പിച്ചാൽ അവളെ എഴുതൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഡാഡിനെ കൂടി പിടിച്ചിട്ട് പോയി. ഡാഡിയെ പിടിച്ചിട്ടാ. ഡാഡിനെ ഏത് കാലത്ത് വരാനാണ്. അപ്പൊ ഈ വരുമ്പം ചിലപ്പോ നേരം വൈകും. അതുവരെ ഇനി വീഡിയോ പിടിച്ചോണ്ടിരിക്കാൻ എനിക്ക് വയ്യാട്ടാ. അപ്പൊ വരുമ്പോ വരട്ടെ. അപ്പൊ എന്നെ ലൈക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.